പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ രമേശ് ശിവരാമൻ. ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 12,443 പേർക്ക് കോവിഡ്, 115 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.22%. അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിന്ന 28 ഡോക്ടേഴ്സിനെ പിരിച്ചുവിട്ട് സർക്കാർ. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. 9,85,490 ഡോസ് വാക്സിൻ കൂടി സംസ്ഥാനത്തെത്തിയെന്ന് ആരോഗ്യമന്ത്രി. കെ മുരളീധരൻ UDF കൺവീനറാകും. ഹൈക്കമാൻഡ് പ്രഖ്യാപനമുടൻ. മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ ഫോർമുല. രമേശ് ചെന്നിത്തല ACC ജനറൽ സെക്രട്ടറിയാകും. KV തോമസും മുല്ലപ്പള്ളി രാമചന്ദ്രനും തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക്. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതിയിൽ തുടരും. VD സതീശൻ നാളെ ഡൽഹി. BJP സംസ്ഥാന പ്രസിഡന്റ് KS സുരേന്ദ്രനെതിരായ കോഴക്കേസിൽ പരാതിക്കാരന്റെ മൊഴിയെടുത്തു. കിട്ടിയ പണത്തിൽ ഒരു പങ്ക് CK ജാനു CPIന് നൽകിയെന്ന് പരാതിക്കാരനായ PK നവാസ്. CK ജാനു തന്നത് കടം വാങ്ങിയ പണമെന്ന് മുൻ MLA CK ശശീന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ CPIM ഹവാല പണം ഉപയോഗിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് BJPയുടെ പരാതി. SBI ഡെപ്പോസിറ്റ് മെഷീനിൽ നിന്ന് പണം പിൻവലിക്കുന്നത് മരവിപ്പിച്ചു. വ്യാപകമായ പണം തട്ടിപ്പ് നടന്നതിനെ തുടർന്നാണ് നടപടി. തട്ടിപ്പിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ IT വിഭാഗം ശ്രമം തുടങ്ങി. ഡോക്ടേഴ്സിനും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരായ കയ്യേറ്റങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇത്തരം സംഭവങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും കേന്ദ്ര സർക്കാർ. വർക്കല നഗരസഭ ഹെൽത്ത് വിഭാഗം ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. വർക്കല സ്വദേശികളായ നൌഫൽ, അൽ റബീൻ, സുനിൽ, ഷമീർ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ചയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. UAE അംഗീകരിച്ച വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ച ആളുകൾക്ക് ഈ മാസം 23 മുതൽ പ്രവേശിക്കാൻ അനുമതി. 48 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് ഫലം ഹാജരാക്കണം. മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷ. തനിക്ക് മാഫിയ ബന്ധമുണ്ടെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടണം. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ പോലീസിനെ സമീപിച്ചില്ലെന്ന് K സുധാകരൻ. പ്രതിരോധിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് പോലീസിൽ പരാതി നൽകാതിരുന്നതെന്ന് AK ബാലന്റെ മറുപടി. ജനസംഘം പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പിണറായി വിജയൻ 1-ാം പ്രതിയെന്ന് K സുധാകരൻ. വിമർശനം വാർത്താസമ്മേളനത്തിൽ FIRന്റെ പകർപ്പുയർത്തിക്കാട്ടി. കണ്ണൂരിലെ ആദ്യ രാഷ്ട്രീയ കൊലക്കേസാണിതെന്നും പിണറായി വിജയൻ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുമെന്നും K സുധാകരൻ. പിണറായി വിജയൻ കൊടുവാള് കൊണ്ട് കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചെന്ന് കണ്ണൂർ DCC സെക്രട്ടറി കണ്ടോത്ത് ഗോപി. വെട്ടിത്തെറിഞ്ഞപ്പോൾ കൈക്ക് പരിക്കേറ്റു. പോലീസിൽ പരാതി നൽകിയിട്ടുമെന്ന് നടപടിയുണ്ടായില്ലെന്നും കണ്ടോത്ത് ഗോപി. ബ്രണ്ണൻ കോളേജിൽ വെച്ച് പിണറായി വിജയനെ KSU പ്രവർത്തകനായ ഫ്രാൻസിസ് ആക്രമിച്ചെന്ന K സുധാകരന്റെ പരാമർശം തെറ്റെന്ന് ഫ്രാൻസിസിന്റെ കുടുംബം. K സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫ്രാൻസിസിന്റെ ഭാര്യയും മകനും 24നോട്. കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശിയായ ഫ്രാൻസിസ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. KPCC അധ്യക്ഷൻ K സുധാകരന്റേത് തെരുവ് ഗുണ്ടയുടെ ഭാഷയെന്ന CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. അധ്യക്ഷനെ നിയമിച്ചവർ ഇതിന് മറുപടി പറയണം. പുതിയ അധ്യക്ഷൻ വരുമ്പോൾ കോൺഗ്രസ് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും A വിജയരാഘവൻ. KPCC പ്രസിഡന്റ് K സുധാകരന് മാനസിക രോഗമുണ്ടെന്ന് സംശയിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇന്നലെ പറഞ്ഞതല്ല ഇന്നു പറയുന്നത്. തന്നെ വെടിവെച്ച കേസിലെ പ്രതിയെ K സുധാകരൻ സംരക്ഷിക്കുന്നു. കൊട്ടേഷൻ സംഘവും കൊലപാതകവുമായി നടന്നയാളെ KPCC പ്രസിഡന്റാക്കിയ കോൺഗ്രസിന്റെ അവസ്ഥയിൽ ദുഃഖിക്കാനേ കഴിയുമെന്നും EP ജയരാജൻ. മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവും അടിസ്ഥാനപരമായി ഗുണ്ടകളെന്ന് വെളിവായെന്ന് V മുരളീധരൻ. സർക്കാരിനെ രക്ഷപ്പെടുത്തി വിഷയങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം. 2 വാർത്താ സമ്മേളനങ്ങളും ആസൂത്രിതമെന്നും V മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ K സുധാകരന്റെ പരാമർശം പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ. മറുപടി നൽകി പ്രകോപനമുണ്ടാക്കുന്നത് ശരിയല്ല. KPCC പ്രസിഡന്റ് സമന്വയത്തിന്റെ പാത സ്വീകരിക്കണമെന്നും മമ്പറം ദിവാകരൻ. K സുധാകരനെ പിന്തുണച്ച രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി കസേരയിലിരുന്ന് നടത്തിയ പരാമർശങ്ങൾ ദൗർഭാഗ്യകരം. വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടി. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച അകന്നുപോകുന്നുവെന്നും പ്രതികരണം. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അപലപിക്കുന്നുവെന്ന് KC വേണുഗോപാൽ. രാഷ്ട്രീയ പകയിലേക്കും വൈരാഗ്യത്തിലേക്കും മുഖ്യമന്ത്രി പോകുന്നത് അപലപനീയം. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറി കോളേജ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അപക്വമെന്ന് ബെന്നി ബെഹനാൻ.
സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠനോപകരണങ്ങൾ എത്തിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പഠന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികളുടെ കണക്ക് ഒരാഴ്ചക്കുള്ളിൽ പുറത്തുവിടും. അധ്യാപകരുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രാദേശിക സമിതികളുടെയും സഹായം പ്രയോജനപ്പെടുത്തും. മന്ത്രിയുടെ ഇടപെടൽ 24 വാർത്താ പരമ്പരയിൽ. അന്തരിച്ച അത്ലറ്റിക് ഇതിഹാസം മിൽഖാ സിംഗിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ചണ്ഡീഗഡിലെ ശ്മശാനത്തിൽ മകൻ ജീവ് മിൽഖാ സിംഗ് ചിതയ്ക്ക് തീകൊളുത്തി. കേന്ദ്ര സ്പോർട്സ് മന്ത്രി കിരൺ റിജിജു, പഞ്ചാബ് ധനമന്ത്രി മൻപ്രീത് സിംഗ് ബാദൽ എന്നിവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം. സംസ്ഥാനങ്ങൾക്ക് കത്തയച്ച് ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല. പരിശോധനകൾ കുറയ്ക്കരുതെന്നും നിർദ്ദേശം. ഇന്ത്യയുടെ പുതിയ IT നിയമങ്ങളിൽ ഗുരുതര ആശങ്ക അറിയിച്ച് UN. IT നിയമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുവെന്ന ആരോപണം. കേന്ദ്രത്തിന് കത്തയച്ച് 3 UN റിപ്പോർട്ടർമാർ. പെരിയ കൊലക്കേസ് പ്രതികളുടെ ഭാര്യമാർക്ക് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയത് വിവാദത്തിൽ. ആദ്യ 3 പ്രതികളുടെ ഭാര്യമാരെ നിയമിച്ചത് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ. മാനദണ്ഡം പാലിച്ചാണ് നിയമനമെന്ന് CPM നിയന്ത്രിക്കുന്ന ഭരണസമിതി. പ്രതിഷേധവുമായി കോൺഗ്രസ്. കൊലക്കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ SIക്ക് വെട്ടേറ്റു. കോട്ടയം മണിമല പോലീസ് സ്റ്റേഷനിലെ SI ആക്രമിച്ചത് വധശ്രമ കേസിലെ പ്രതിയുടെ പിതാവ്. SIയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. രാജ്യദ്രോഹ കേസിൽ BJPയുടെ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് ചലച്ചിത്ര പ്രവർത്തക ആയിഷ സുൽത്താന. കേസുമായി സഹകരിക്കും. കവരത്തി പോലീസ് സ്റ്റേഷനിൽ നാളെ ഹാജരാകും. സമരം തുടരുമെന്നും ആയിഷ സുൽത്താന 24 ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേൽ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. ദ്വീപിലെ BJP ഓഫീസുകൾക്ക് നേരെ കരിയോയിൽ പ്രതിഷേധം. കവരത്തിയിലെ 2 BJP ഓഫീസുകളിലും ഭരണകൂടത്തിന്റെ ഫ്ലെക്സുകളിലുമാണ് കരിയോയിൽ ഒഴിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ബേപ്പൂരിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള തുറമുഖമാക്കുക എന്നത് തന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ലക്ഷദ്വീപ് നിവാസികൾക്ക് ബേപ്പൂരിലേക്ക് വരാനും പോകാനുമുള്ള സൗകര്യമൊരുക്കും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുമായി സഹകരിച്ച് ബേപ്പൂരിൽ ഒരു വാർഫ് കൂടി നിർമ്മിക്കുമെന്നും തുറമുഖ മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിലെ UDF വിജയം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി. നജീബ് കാന്തപുരത്തിന്റെ വിജയം റദ്ദാക്കണമെന്ന ആവശ്യം. പോസ്റ്റൽ വോട്ടുകളിലെ പിഴവ് ചൂണ്ടിക്കാട്ടി ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന KP മുഹമ്മദ് മുസ്തഫ ഹർജി നൽകി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോടികൾ വില വരുന്ന മയക്കുമരുന്നുമായി വിദേശ യുവതി പിടിയിൽ. ഖത്തർ എയർവേസ് വിമാനത്തിൽ ദോഹ വഴിയെത്തിയ സിംബാബ്വെ സ്വദേശിനിയാണ് പിടിയിലായത്. ഇടുക്കി അണക്കരയിൽ യുവാവിന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയ കേസിലെ പ്രതി പിടിയിൽ. പട്ടശ്ശേരിയിൽ ജോമോളാണ് പിടിയിലായത്. കൃത്യം നടത്തിയ ശേഷം ജോമോൾ ഒളിവിലായിരുന്നു. മോഹനൻ വൈദ്യർ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ വർഷത്തെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓപ്പൺ സൊസൈറ്റി പുരസ്കാരം മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക്. സമൂഹത്തിലെ മാതൃകാപര പ്രവർത്തന മികവിന് ഏർപ്പെടുത്തിയിരിക്കുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണത്. കൂടുതൽ വനിതകൾക്ക് പൊതുസേവന രംഗത്ത് കടന്നുവരാൻ KK ശൈലജ മാതൃകയെന്ന് CEU പ്രസിഡന്റ്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇൻസൈറ്റ് മീഡിയ സിറ്റിയും ബിസോൺ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ ലിമിറ്റഡും സംയുക്തമായി ഉപഭോക്തൃ സേവനം തുടങ്ങി. ഇ-കൊമേഴ്സ് ഉൽപ്പന്ന വിതരണ ശൃംഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സംരംഭം വഴി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകളിൽ എത്തിച്ചു നൽകും. ദേശീയവാർത്തകൾ. പശുപതികുമാർ പറസ് LJPയുടെ നിലവിലുള്ള എല്ലാ സമിതികളും പിരിച്ചുവിട്ടു. ദേശീയ സംസ്ഥാന നിർവാഹക സമിതികൾ എന്നിവയാണ് പിരിച്ചുവിട്ടത്. ചൌധരി മെഹബൂബ് അലി കൈസർ, വീണാദേവി എന്നിവരെ LJP ദേശീയ ഉപാധ്യക്ഷ പദവിയിലും പ്രിൻസ് ചന്ദൻ സിംഗ് എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായും നിയമിച്ചു. രാജ്യത്ത് 60,753 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1647 മരണം. 97,743 പേർക്ക് രോഗമുക്തി. തെലങ്കാനയിൽ ലോക്ഡൌൺ പൂർണ്ണമായും പിൻവലിച്ചു. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. ഇളവുകൾ നാളെ മുതൽ നടപ്പിലാകും. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കർണാടകയിൽ 5,815 പേർക്ക് കോവിഡ്. 11,832 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂർ റിപ്പോർട്ട് ചെയ്തത് 161 മരണം. IT നിയമ ഭേദഗതി നടപ്പാക്കാത്ത ട്വിറ്റർ നടപടിയിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ച പാർലമെന്ററി സമിതി. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കണമെന്ന് താക്കീത്. ട്വിറ്ററിന്റെ വാദങ്ങൾ ബാലിശമെന്നും 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നും പാർലമെന്ററി സമിതി. പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് MLA ജയന്ത നാസ്കർ അന്തരിച്ചു. കോവിഡാനന്തര ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. ഗോസഭ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ജയന്ത നാസ്കർ.
ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുത്തു. 10 പേർ അറസ്റ്റിൽ. സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പുരോഗമിക്കുന്നതായി ബാരാമുള്ള SSP റയീസ് മുഹമ്മദ് ഭട്ട്. 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ റദ്ദാക്കി ത്രിപുര സർക്കാർ. കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. മഹാരാഷ്ട്രയിൽ 8,912 പേർക്ക് കൂടി കോവിഡ്. 10,373 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 257 കോവിഡ് മരണം. അന്താരാഷ്ട്ര വാർത്തകൾ. ഡെൽറ്റ കോവിഡ് വ്യാപനത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുവാക്കളിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന റിപ്പോർട്ടിൽ ആശങ്ക. വാക്സിൻ സ്വീകരിക്കാത്തവരിൽ രോഗം ഗുരുതരമാകുമെന്നും ജോ ബൈഡൻ. ഇറാനിൽ മുൻ ചീഫ് ജസ്റ്റിസ് ഇബ്രാഹിം റയീസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2.8 കോടിയിൽ 1.7 കോടി വോട്ടുകൾ നേടി വൻ വിജയം. ഇറാന്റെ നേതൃത്വം തീവ്ര നിലപാടുകളിലേക്ക് നീങ്ങും. യൂറോ കപ്പ് കോവിഡ് പടരാനുള്ള സാധ്യതയിൽ ആശങ്ക അറിയിച്ച് ജർമ്മൻ ചാൻസലറും ഫ്രഞ്ച് പ്രസിഡന്റും. കാണികൾക്ക് പ്രവേശനം നൽകിയതിൽ ഭിന്നത. കോപ്പ അമേരിക്കയിൽ കാണികൾക്ക് പ്രവേശനമില്ല. ഒളിമ്പിക്സിൽ പ്രവേശനം സംബന്ധിച്ച് ഭിന്നത. ഹോണ്ടുറാസിന് കോവിഡ് വാക്സിൻ നൽകുമെന്ന് മെക്സിക്കൻ സർക്കാർ. അസ്ട്രാസെനേകയുടെ 1,54,100 ഡോസുകൾ നൽകും. റഷ്യയിലെ കെമേറാവോ മേഖലയിൽ വിമാനം തകർന്നു വീണ് 4 മരണം, 8 പേർക്ക് പരിക്ക്. 17 പേരുമായി പോവുകയായിരുന്ന L410 വിമാനമാണ് തകർന്നത്. വാക്സിൻ കൈമാറ്റത്തിൽ ഇസ്രയേലുമായുള്ള കരാർ റദ്ദാക്കി പലസ്തീൻ. ഇസ്രയേൽ നൽകുന്ന വാക്സിന്റെ കാലാവധി അവസാനിക്കുന്നത് കൊണ്ടാണെന്ന് വിശദീകരണം. സെപ്റ്റംബറോടെ 1.4 മില്യൺ ഡോസ് വാക്സിൻ കൈമാറാമെന്നായിരുന്നു കരാർ. ഹോങ്കോങ്ങിൽ അറസ്റ്റിലായ ആപ്പിൾ ഡെയിലി മാധ്യമപ്രവർത്തകരുടെ വിചാരണ ആരംഭിച്ചു. കോടതിക്ക് പുറത്ത് വൻ പ്രതിഷേധം. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ ജനാധിപത്യ പ്രക്ഷോഭത്തെ പിന്തുണച്ചെന്ന് കാണിച്ചു. ചൈനയിലെ ഷെൻഷെൻ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും 100 വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെക്കുകയും ചെയ്തു. നടപടി വിമാനത്താവളത്തിലെ ജീവനക്കാരന് കോവിഡ് ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ 16 മരണം, 22 പേരെ കാണാനില്ല. കൂടുതൽ നാശനഷ്ടമുണ്ടായത് മാനാങ്കിലും സിന്ധുപാൽ ചോക്കിലും. ഇസ്രയേലിലെ അൽ-അക്സ പള്ളിവളപ്പിൽ പലസ്തീനികളും ഇസ്രയേലികളും തമ്മിൽ സംഘർഷം. പ്രതിഷേധക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. 9 പേർക്ക് പരിക്ക്, 10 പേർ അറസ്റ്റ്. സ്പോർട്സ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുത്തു. 46 റൺസുമായി വിരാട് കോഹ്ലിയും 29 റൺസുമായി അജിങ്ക്യ രഹാനെയും ക്രീസിൽ. കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് ആദ്യ ജയം. ഉറുഗ്വായെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. വിജയ ഗോൾ 13 മിനിറ്റിൽ ഗെയ്ഡോ റോഡിഗ്രസിലൂടെ. മറ്റൊരു മത്സരത്തിൽ ബൊളീവിയ വീഴ്ത്തി ചിലെ. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും സമനില. ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് സ്കോട്ട്ലൻഡ്. സ്ലോവാക്യക്കെതിരെ ജയിച്ച് പ്രീ ക്വാർട്ടർ സാധ്യത നിലനിർത്തി സ്വീഡൻ. യൂറോ കപ്പിൽ ഫ്രാൻസ് ഹംഗറി പോരാട്ടം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. രണ്ടാം മത്സരത്തിൽ പോർച്ചുഗൽ ജർമ്മനി പോരാട്ടം പുരോഗമിക്കുന്നു. അമേരിക്കൻ അത്ലറ്റ് ഷെൽബി ഹൌലിഹാൻ ഒളിമ്പിക് യോഗ്യതയില്ല. നടപടി ഡോപ്ലർ ടെസ്റ്റിൽ ഉത്തേജക മരുന്ന് ഉപയോഗം തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന്. 1500 മീറ്ററിലെ നിലവിലെ റെക്കോർഡ് ജേതാവാണ് ഷെൽബി ഹൌലിഹാൻ. നോക്കാം ജില്ലാ വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ തിരുവനന്തപുരത്ത്. 24 മണിക്കൂറിനിടെ 1777 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തി 1659 പേർക്ക്. തിരുവനന്തപുരം ജില്ലയിൽ മരം മുറിക്കലിനെതിരെ വൃക്ഷത്തൈ നട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. എളമ്പരക്കുണ്ട് വനത്തിൽ യൂത്ത് കോൺഗ്രസ് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരം പഞ്ചായത്തിലെ വിവിധ പാർട്ടികളിൽപ്പെട്ട 100ഓളം പ്രവർത്തകർ CPI-ൽ ചേർന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ഭാരവാഹികളും ചുമതലക്കാരും വനിതകളും ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് CPI-ൽ ചേർന്നത്. അഡ്വക്കേറ്റ് K സോമപ്രസാദ് MP ഇവർക്ക് പതാക കൈമാറി. കൊല്ലം ജില്ലയിൽ വള്ളം പറഞ്ഞ് 2 യുവാക്കളെ കാണാതായി. വിളന്തറ സ്വദേശികളായി മിഥുൻനാഥ്, ആദർശ് എന്നിവരെയാണ് കാണാതായത്. കൂടെയുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. കൊല്ലം ജില്ലയിൽ പുതുതായി 1132 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 1398. പത്തനംതിട്ട തിരുവല്ലയിൽ ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. മരിച്ചത് മഞ്ഞാടി സ്വദേശി തോമസ് അബ്രഹാം. അപകടം മണിമലയാറിന് കുറുകെയുള്ള കുറ്റൂർ റെയിൽവേ പാളത്തിൽ. പത്തനംതിട്ട കോന്നി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം. മേൽപ്പാല നിർമ്മാണത്തിനുള്ള സാധ്യതാ പഠനം തുടങ്ങി. പുതിയ സ്ഥലം ഏറ്റെടുക്കാതെ മേൽപ്പാലം നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുമെന്ന് KU ജനീഷ് കുമാർ MLA.
വായനാ ദിനത്തിൽ ഒരു കുട്ടിക്ക് ഒരു പുസ്തകം പദ്ധതിയുമായി പഴകുളം സനാതന ഗ്രന്ഥശാല. പഴകുളം KVUP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട്ടിലെത്തി പുസ്തകം കൈമാറി 10,000 രൂപയുടെ ബാലസാഹിത്യ കൃതികളാണ് നൽകിയത്. കോട്ടയത്ത് ഫോട്ടോഗ്രാഫർമാർക്ക് ധനസഹായവുമായി ഫോട്ടോ വൈഡ് ക്യാമറ ക്ലബ് 1,500 രൂപ വീതം ധനസഹായം നൽകി. വിതരണോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി VN വാസവൻ. ഇടുക്കി പൊന്മുടിയിൽ വൻ വ്യാജമദ്യവേട്ട. പിടികൂടിയത് 55 ലിറ്റർ വ്യാജമദ്യവും 405 ലിറ്റർ കോടയും. പ്രതി ഓടി രക്ഷപ്പെട്ടു. പിടികൂടിയത് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ. ഇടുക്കിയിൽ വിവാദ ഉത്തരവ് മറയാക്കിയുള്ള മരം മുറിക്കലിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി KSU. ചിത്രപുരത്ത് മരം ചങ്ങല ഉപയോഗിച്ച് താഴിട്ട് പൂട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സഹായവുമായി മമ്മൂട്ടി. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നിങ്ങളുടെ പഴയ മൊബൈൽ ഫോൺ ദാനമായി നൽകൂ എന്ന താരത്തിന്റെ അഭ്യർത്ഥന ഏറ്റെടുത്തത് നിരവധി പേർ. പദ്ധതി പ്രഖ്യാപിച്ച ആദ്യ ദിവസം തന്നെ ലഭിച്ചത് നിരവധി ഫോണുകൾ. എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് 1557 പോസിറ്റീവ് കേസുകൾ. രോഗമുക്തർ 1010. കുട്ടികൾക്കായി ഓൺലൈൻ കൂട്ടായ്മ സംഘടിപ്പിച്ച് പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക്. സഹകരണമുറ്റത്ത് ചങ്ങാതിക്കൂട്ടം എന്ന ഓൺലൈൻ കൂട്ടായ്മയ്ക്ക് വായനാ ദിനത്തിൽ തുടക്കമായി. ലൈബ്രറി കൗൺസിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ 24 മണിക്കൂറിനിടെ 1422 പേർക്ക് കൂടി കോവിഡ്. 935 പേർക്ക് രോഗമുക്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ ആരംഭിച്ച അഗതി ക്യാമ്പിൽ അന്തേവാസികൾക്ക് വാക്സിൻ നൽകി. നടപടി ജില്ലാ കളക്ടർ S. ഷാനവാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ റീന എന്നിവരുടെ പ്രത്യേക അനുമതിയോടെ അഗതി ക്യാമ്പിലെ 153 പേർക്ക് വാക്സിൻ ഉറപ്പാക്കും. തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയ വെന്റിലേറ്റർ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഏറ്റുവാങ്ങി. ബാങ്കിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. മേയർ MK വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പാലക്കാട് KSEB കരാർ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. കഞ്ചിക്കോട് സ്വദേശി മരുതരാജാണ് മരിച്ചത്. പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. പാലക്കാട് 1032 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തർ 1236. വായനാ ദിനത്തിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് പുതിയ പദ്ധതിയുമായി വളാഞ്ചേരി പൂക്കാട്ടരി സഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ PG വിദ്യാർത്ഥികൾ ഓഡിയോ ബുക്ക് ഡൊണേഷന് തുടക്കം കുറിച്ചു. പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ റെക്കോർഡ് ചെയ്ത് വായനശാലയ്ക്ക് കൈമാറുന്നതാണ് പദ്ധതി. മലപ്പുറത്ത് 1282 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1560 പേർക്ക് രോഗമുക്തി. മലപ്പുറം നിലമ്പൂർ പാത്തിപ്പാറക്കടവിൽ കുട്ടിയാന ചത്ത നിലയിൽ. മലവെള്ളപ്പാച്ചിലിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ടതാണെന്ന് സൂചന. വനവകുപ്പിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ABVP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും രാഷ്ട്രീയ കലാമഞ്ച് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ കലോത്സവം സംഘടിപ്പിച്ചു. കലോത്സവം പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് കേരള വിദ്യാർത്ഥി ജനതയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കരുടെ അനുസ്മരണവും പുസ്തക വിതരണവും നടത്തി. കേരള വിദ്യാർത്ഥി ജനത ജില്ലാ സെക്രട്ടറി അരുൺ നമ്പ്യാട്ടിൽ പരിപാടിക്ക് നേതൃത്വം നൽകി. ആരാധനാലയങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് കോഴിക്കോട് നൈനാംവളപ്പ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും പള്ളിക്കണ്ടി ശ്രീ മഹാകാളികാവി ക്ഷേത്ര ഭാരവാഹികളും. നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഫൈസൽ പള്ളിക്കണ്ടി. കോഴിക്കോട് നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത SFI. നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. പ്രദേശത്തെ 100ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കുറവ് കോവിഡ് ബാധിതർ വയനാട്ടിൽ. ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് 222 പോസിറ്റീവ് കേസുകൾ. രോഗമുക്തർ 239. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.51%. കണ്ണൂർ വളപട്ടണം പുഴയോരത്തെ തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്നുവെന്ന് പരാതി. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. തണ്ണീർത്തടങ്ങളുള്ളത് കല്യാശ്ശേരി പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പരിധി. കണ്ണൂർ മട്ടന്നൂരിൽ മരം കാറുകൾക്ക് മുകളിലേക്ക് വീണ അപകടം. 2 കാറുകൾ തകർന്നു. നിലം പതിച്ചത് 30 മീറ്ററോളം ഉയരമുണ്ടായിരുന്ന കൂറ്റൻ മരം. കാസർഗോഡ് രാജപുരത്ത് ഗ്രന്ഥശാലയ്ക്ക് പുസ്തകങ്ങൾ നൽകിയ വിദ്യാർത്ഥികൾ. വായനശാലയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തത് സെന്റ് പൈൻസ്റ്റൺ കോളേജിലെ NCC കേഡറ്റുകൾ. കാസർഗോഡ് കുമ്പടാജെ പഞ്ചായത്തിൽ നെൽവിത്ത് വിതരണം തുടങ്ങി. 3000 കിലോ വിത്ത് വിതരണം ചെയ്തത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി. കാസർഗോഡ് ജില്ലയിൽ ആശുപത്രികളിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നൽകി സേവാഭാരതി. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. കാസർഗോഡ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ നൽകി PC വാട്സാപ്പ് കൂട്ടായ്മ. കാസർഗോഡ് പനയാൽ SMA UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 6 മൊബൈൽ ഫോണുകൾ നൽകി. സ്കൂൾ അധികൃതർ മൊബൈൽ ഏറ്റുവാങ്ങി.
പൃഥ്വിരാജ് നായകനായി എത്തുന്ന മലയാളം ക്രൈം ത്രില്ലർ കോൾഡ് കേസിന്റെ ടീസർ പുറത്തിറക്കി. തനു ബാലകാണ് സംവിധാനം. അരവിന്ദ് സ്വാമിയുടെ പിറന്നാൾ ദിനത്തിൽ ഒറ്റ ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ദ ഷോ പീപ്പിളിന്റെ ബാനറിൽ തമിഴ് താരം ആര്യയും ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ ഷാജി നടേശനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫെല്ലിനിയാണ് സംവിധാനം. ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ എഴുതിയ പുതിയ പാട്ട് വൈറലാകുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വരികൾക്ക് രാം സുരേന്ദ്രനാണ് ഈണം പകർന്നിരിക്കുന്നത്. ഷിജു തളിയച്ചിറയാണ് ദൃശ്യഭാഷ ഒരുക്കിയത്. തിരുമരുതക്കാവിലെ ഇടവമകം വേലക്ക് 2014-നും 2020-നും ഇടയിൽ കേന്ദ്ര സർക്കാർ 11 എയിംസ് ആശുപത്രികൾ നിർമ്മിച്ചെന്ന് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ UPA സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ 6 എയിംസ് ആശുപത്രികളാണ് NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ പണി പൂർത്തിയാക്കിയത്. കോവാക്സിൻ നിർമ്മാണത്തിനായി പശുക്കിടാവിന്റെ സിറം ഉപയോഗിക്കുന്നുവെന്ന വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. ഭാരത് ബയോടെക്കിന്റെ കോവിഡ് വാക്സിൻ കോവാക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വാർത്ത പ്രചരിക്കുന്നത്. വാക്സിന്റെ നിർമ്മാണത്തിനായി കന്നുകാലികളുടെ രക്തം ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് ജനങ്ങളിൽ നിന്ന് അധികാരികൾ മറച്ചുവെച്ചു എന്ന തരത്തിലുമായിരുന്നു പ്രചാരണം. കോൺഗ്രസ് വക്താവ് ഗൗരവ് പാണ്ഡ്യടക്കം വാർത്ത ട്വീറ്റ് ചെയ്തു. എന്നാൽ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും നിർമ്മാണ കമ്പനിയും. കാഫ് സിറം വിറോസെല്ലുകളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നതാണ്. ഇത് വാക്സിൻ നിർമ്മാണത്തിന് സഹായകരമാകാറുണ്ട്. പോളിയോ, റാബിസ് തുടങ്ങിയവയ്ക്കുള്ള വാക്സിനുകളിൽ ദശാബ്ദങ്ങളായി ഇവ ഉപയോഗിക്കാറുണ്ട്. വിറോ കോശങ്ങൾ വളർച്ചയെത്തിയ ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. ഇതിനൊപ്പം രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കും. ഇതിനുശേഷം ഇവയെ നശിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. തുടർന്ന് നിർജീവമായ ഇവ ഉപയോഗിച്ചാണ് വാക്സിനുകൾ ഉപയോഗിക്കുക. അന്തിമ വാക്സിൻ ഫോർമുലയിൽ കാഫ് സിറം അഥവാ കന്നുകാലി രക്തം ഉപയോഗിക്കാറുമില്ല. അതുകൊണ്ടുതന്നെ കോവാക്സിനിൽ കാഫ് സിറത്തിന്റെ ഘടകങ്ങളൊന്നുമില്ല. വസ്തുതകൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നാളെ അറിയാം. പ്രവാസികൾക്കുള്ള പുതുക്കിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നാളെ മുതൽ നൽകി തുടങ്ങും. സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും ചേർക്കും. ഹോം ഡെലിവറി സംവിധാനം പ്രായോഗികമല്ലാത്ത സ്ഥലങ്ങളിൽ നാളെയും ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ അനുമതി. പൂരിപ്പിച്ച സത്യവാങ്മൂലം കരുതണമെന്ന് DGP. നാളെ യോനോ ഇന്റർനെറ്റ് ബാങ്കിംഗ് UPA സർവീസുകൾ തടസ്സപ്പെടുമെന്ന് SBI. ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:40 വരെയാണ് സർവീസുകൾ തടസ്സപ്പെടുക. യൂറോ കപ്പിൽ നാളെ ഇറ്റലി വെയിൽസ് പോരാട്ടം. മത്സരം രാത്രി 9:30. യൂറോ കപ്പിലെ മറ്റൊരു മത്സരത്തിൽ നാളെ സ്വിറ്റ്സർലൻഡ് തുർക്കിയെ നേരിടും. മത്സരം രാത്രി 9:30. പൂർത്തിയാകുന്നു.